Honored to have with us today a distinguished personality whose presence adds immense value to the celebration. We respectfully invite our chief guest, Honorable Justice C.N. Ramachandran Nair, former judge of Kerala High Court and former acting chief justice, to address the gathering. യോഗാധ്യക്ഷൻ ആദരണീയായ സ്വാമിജി, എൻ്റെ പ്രിയ സുഹൃത്ത് ദിലീപ് സാർ, പ്രിൻസിപ്പൽ അമൃതരാജ്, മറ്റ് അതിഥികളെ, പ്രിയ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഒരു സ്കൂൾ ആനിവേഴ്സറിക്ക് വന്നാൽ ഉദ്ഘാടനം ഒരു ചടങ്ങായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഉദ്ഘാടന പ്രസംഗത്തിലൊന്നും ആർക്കും താല്പര്യമില്ല. കുട്ടികളുടെ കലാപരിപാടികൾ കാണാനാണ് പ്രധാനമായിട്ടും രക്ഷിതാക്കളും കുട്ടികളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പതിവില്ലാതെ സാധാരണ പല സ്കൂളുകളിലും ഞാൻ ഈ ആനിവേഴ്സറിക്ക് പോയിട്ടുണ്ട്. ഈ സ്കൂളിൽ വ്യത്യസ്തമായി ഒന്ന് കാണുന്നത്, ഓരോ കുട്ടിയുടെയും മാതാപിതാക്കൾ വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. കുട്ടികളുടെ ഒരു 2 ഇരട്ടിയെങ്കിലും മാതാപിതാക്കൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു പ്രസംഗം നടത്തുന്നത് ആരോട് വേണം? കുട്ടികളോട് വേണോ, അതോ മാതാപിതാക്കളോട് വേണോ, അതോ കമ്പൈൻഡായിട്ട് ഇവർക്കെല്ലാം വേണ്ടി വേണോ? ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഇവിടെ ഇതുവരെ നടന്ന പരിപാടികളെല്ലാം ഇംഗ്ലീഷിലാണ്. എൻ്റെ ഒരു മലയാളം മീഡിയത്തിലേക്ക് ആക്കി മാറ്റിയേക്കാം. കാര്യം ഞാൻ പൊതുവെ പേരൻസൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണ അതാണ്. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ 2 വാക്ക് പറയാമെന്ന് ഓർക്കുകയാണ്. എൻ്റെ ചുമതലയാണ് പ്രധാനമായിട്ടും ഉദ്ഘാടനമാണ്. അതാണ് ആദ്യത്തെ സ്വാമിയുടെ അനുവാദത്തോടെ മുഖ്യപ്രഭാഷണം അധ്യക്ഷ പ്രസംഗമാണ് ആദ്യം നടത്തുന്ന. സാധാരണ സ്വാമിയോട് ഞാൻ അവസാനം പറഞ്ഞോളാം, ആദ്യം ഉദ്ഘാടനം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും എനിക്ക് പോകാനും തിരക്കുണ്ട്. വലിയ സന്തോഷമുണ്ട് സ്വാമി എനിക്ക് അനുവാദം തന്നത്. എനിക്ക് പറയാനുള്ള, ഇങ്ങനെയുള്ള സ്കൂളുകൾ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ദിവസങ്ങളാണ്. എൻ്റെ സ്കൂളിലൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു സൗകര്യങ്ങളും കണ്ടിട്ടില്ല. എൻ്റെ വിദ്യാഭ്യാസ കാലം ഇതുപോലെ നിലവാരമുള്ള സ്കൂളുകളൊന്നും ഇല്ലായിരുന്നു. നാട്ടിൻപുറത്തെ സാധാരണ സ്കൂളുകളിൽ ദിവസം 5-6 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു 10 കിലോമീറ്റർ 8 കിലോമീറ്റർ നടന്നാണ് ഞാനൊരു 8 വയസ്സ് വരെ പഠിച്ചത്. അപ്പം വിദ്യാഭ്യാസം കാലം മുഴുവൻ വളരെ യാതന നിറഞ്ഞതായിരുന്നു. വലിയ സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ അതിനെല്ലാം പകരമായിട്ട് ഇപ്പോഴത്തെ തലമുറയ്ക്ക് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ അവസരങ്ങൾ, ഇതുപോലത്തെ നിലവാരമുള്ള, ഇങ്ങനെ ഒരു വലിയൊരു സിറ്റിയല്ല, എന്നിട്ട് പോലും പെരുമ്പാവൂർ പോലെ ഒരു റൂറൽ പ്രദേശമാണ് കൂടുതലും. ഇവിടുത്തെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇവിടെ ഹോസ്റ്റലില്ല. എന്നിട്ട് പോലും ഈ നാട്ടിലെ കുട്ടികൾ തന്നെ ഈ സ്കൂളിൽ കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇത്ര ഒരു നിലവാരമുള്ള വിദ്യാഭ്യാസം തുടങ്ങി ഇതിനെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോയി ഈ നാട്ടിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു പരിഹാരം കണ്ട ഈ ഉദാഹരണമായി മഠത്തിനും അതിന് നേതൃത്വം കൊടുക്കുന്ന സ്വാമിക്കും എല്ലാവർക്കും എൻ്റെ വലിയ നന്ദി ഞാൻ പറയുന്നു. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വിദ്യാഭ്യാസ അവസരങ്ങൾ നമ്മുടെ നാട്ടിൽ പിന്നെയും നിൽക്കുകയാണ്. ഉയർന്ന വിദ്യാഭ്യാസത്തിന് കോതമംഗലത്ത് തന്നെ, ഇവിടെ അടുത്ത് തന്നെ വലിയ എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഇന്ന് ഇവിടെ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഹയർ എഡ്യൂക്കേഷൻ, അത് മെഡിക്കൽ കോളേജാണേലും എൻജിനീയറിംഗ് കോളേജാണേലും മാനേജ്മെൻ്റ് ആണേലും സയൻസ് ആണേലും എന്ത് സബ്ജക്റ്റ് ആണേലും അവർക്ക് ഈ നാട്ടിൽ തന്നെ ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, വിദ്യാഭ്യാസ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും പ്രത്യേക യൂണിവേഴ്സിറ്റീസ്. ഞാൻ പഠിച്ച കാലത്തൊക്കെ ആകെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നുള്ളൂ, തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, ഒരു യൂണിവേഴ്സിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ പരിമിതമായ കോളേജുകൾ. ഞങ്ങളൊക്കെ 15 വയസ്സിൽ നാട് വിട്ട് പോകണം. നാട്ടിൻപുറത്തുകാരനാണ് ഞാൻ. നഗരത്തിൽ മാത്രമേ കോളേജുകൾ ഉണ്ടായിരുന്നുള്ളൂ, വലിയ ടൗണുകളിൽ മാത്രം. അപ്പം അങ്ങനെയുള്ള ഒരു വളരെ പരിമിതമായ ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങളുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പല തലമുറകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഈ കുട്ടികൾ പഠിച്ച് യോഗ്യരായി വരുന്നത്. അതായത് യാതൊരു രീതിയിലും അവർക്ക് സ്കൂൾ വിദ്യാഭ്യാസത്തിനോ ഉന്നത വിദ്യാഭ്യാസത്തിനോ അവസരത്തിന് യാതൊരു കുറവുമില്ല. എല്ലാം ഒന്നാന്തര അവസരങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, ഈ അവസരം ശരിക്കും മുതലിക്കണം. ഇത്ര വലിയ
ഒരു സ്കൂളിൽ പഠിക്കാൻ ഒക്കുക, ഇത്ര നിലവാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്കൂളിൽ പഠിക്കാൻ ഒക്കുകയാണെങ്കിൽ അതിനൊത്ത് പഠിച്ച് ആ സ്കൂളിൻ്റെ നിലവാരത്തിനൊത്ത് ആ സ്കൂളിന് അഭിമാനമായിട്ട് സ്കൂളിൽ നിന്ന് പാസ്സായി പോയി ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടക്കണം. പിന്നെ വേറൊന്ന് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് 1991 നിങ്ങളുടെ ഒന്നും അറിയില്ലാത്ത കാലഘട്ടമാണ്, നിങ്ങളൊന്നും ഇല്ലാത്ത കാലമാണ്. അന്നാണ് സാമ്പത്തികമായിട്ടുള്ള നയവ്യത്യാസം ഈ രാജ്യത്ത് നരസിംഹറാവു പ്രധാനമന്ത്രിയായത് കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് പിൽക്കാലത്ത് പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്ററുമായി കഴിഞ്ഞാണ് നമ്മുടെ നാട്ടിൽ വലിയ സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്തിയത്. അങ്ങനെ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഈ രാജ്യത്തിന് മേടിച്ചു കൊടുത്തത് ഈ 91 മുതലുള്ള ഗവൺമെൻറ്റിൻ്റെ നയമാണ്. അത് കഴിഞ്ഞ് പല പല ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടും ആ നയത്തിന് യാതൊരു മാറ്റവുമില്ല. ഈ നയത്തിൻ്റെ എല്ലാം ഗുണഭോക്താക്കളാകാൻ പോകുന്നത് ഇന്നത്തെ യുവതലമുറയാണ്. അതിൽ ഞങ്ങൾക്കൊക്കെ എന്നെപ്പോലെ പ്രായമായി അവസരങ്ങൾ നഷ്ടപ്പെട്ടവർക്കെല്ലാം അസൂയ മാത്രമേ ഉള്ളൂ. നിങ്ങളോടൊക്കെ നിങ്ങളൊക്കെ പഠിച്ച് വളരുമ്പോൾ ജോലിക്കാരെ അന്വേഷിച്ച് ഞങ്ങളൊക്കെ ജോലി അന്വേഷിച്ച് അപേക്ഷകൾ ഫില്ലപ്പ് ചെയ്ത് നടത്തിയിരുന്ന കാലം ഒന്ന്. അത് കഴിഞ്ഞ് ഇന്ന് അതിന് പകരം ഇന്ന് മിടുക്കരായിട്ടുള്ള കുട്ടികളെ പാസ്സായി എഞ്ചിനീയറിങ്ങും മാനേജ്മെൻറ്റും ഒക്കെ പാസ്സാകുന്ന കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വലിയ കമ്പനികൾ ലക്ഷക്കണക്കിന് ശമ്പളം കൊടുത്ത് കമ്പനികൾ കൊണ്ടുവരികയാണ് അവർ. അപ്പം അങ്ങനെയുള്ള അവർക്ക് വേണ്ടി അവരെ സ്വാഗതം ചെയ്യുന്ന കമ്പനികൾ ഇന്ന് ഈ രാജ്യത്ത് ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് ജോലിക്ക് പോകുക എന്നുള്ളത് ഒരു വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ കേരളത്തിൽ പഠിച്ചവർക്ക് പ്രത്യേകിച്ചും. കാരണം കേരളത്തിൽ തൊഴിലവസരങ്ങൾ കുറവാണ്, വലിയ ഉദ്യോഗങ്ങൾ കിട്ടത്തില്ല, വലിയ ശമ്പളം ഇല്ലാത്ത ജോലികൾ മാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്ന് ഒരു അമേരിക്കയിലോ യൂറോപ്പിലൊന്നും പോകണ്ട. ഞാൻ ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പലവട്ടം പോയിട്ടുള്ള ആളാണ്. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് അതേ അമേരിക്കയിലും യൂറോപ്പിലും കിട്ടുന്ന അതേ ശമ്പളം, അതുപോലത്തെ നിലവാരമുള്ള ജോലി ഈ ഇന്ത്യയിൽ തന്നെ കിട്ടുന്നു. നിങ്ങൾക്കെല്ലാം കോളേജിൽ വന്ന് നല്ല നിലയിൽ പഠിച്ച് പാസ്സാകുന്ന കുട്ടികളെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. 10 ദിവസം പോലും റിസൾട്ടിന് പോലും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതെ അവർ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ ഇതിനൊക്കെ വേണ്ടതൊക്കെ ഒറ്റ കാര്യമുള്ളൂ. ഇതിനെല്ലാം വേണ്ടത് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എക്സലൻസ്. വിദ്യാഭ്യാസത്തിൽ അത്ര ഉന്നത നിലവാരം നേടിയിരിക്കണം. നിങ്ങൾ മത്സരിക്കേണ്ട ആരൊക്കെയാണെന്നറിയോ? കൊറിയക്കാരോട്, ജപ്പാൻകാരോട്, അതുപോലെ ചൈനക്കാരോട്, അങ്ങനെയുള്ള വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് വൈദഗ്ധ്യം നേടിയ വലിയ വലിയ നിലവാരമുള്ള ആൾക്കാരോട് മത്സരിച്ച് വേണം നിങ്ങൾക്ക് ഇന്ത്യയിൽ പോലും ജോലി മേടിക്കാൻ. അങ്ങനെയുള്ള വിദേശ കമ്പനികൾ വന്നാൽ അവർക്ക് ഇന്ത്യക്കാരെന്നോ ചൈനക്കാരെന്നോ അമേരിക്കക്കാരെന്നോ ഒന്നുമില്ല. ലോകത്തിലെ ബെസ്റ്റ് ടാലൻസിനെ മാത്രം എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് രാജ്യത്തും ഏത് കമ്പനികളും ആഗ്രഹിക്കുന്ന അതാണ്. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് ചുരുക്കി പറയാവുന്നത്, നിങ്ങൾ എക്സലൻസ്, അതായത് വിദേശ രാജ്യങ്ങളിൽ പഠിച്ച് പാസ്സാകുന്ന കുട്ടികളുടെ വിദേശ യൂണിവേഴ്സിറ്റികളിലെ നിലവാരം ഉള്ള വിദ്യാഭ്യാസം ചെയ്ത് അവരോട് കിടപിടിച്ച് അവരോട് മത്സരിച്ച് നിങ്ങൾ യോഗ്യരാകണം. കേരളത്തിലും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ വിദേശത്ത് ജോലി ചെയ്യാൻ യോഗ്യരാകണം. അങ്ങനെ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ താല്പര്യം കാണിക്കേണ്ടത്, യാതൊരു സംശയമില്ല. പിന്നെ എന്നാ ഒരു ചുരുങ്ങിയത് 10-15 വർഷക്കാലം കഷ്ടപ്പെട്ടാൽ പിന്നെ ശിഷ്ടായുസ് മുഴുവൻ നിങ്ങൾക്കൊന്നും അറിയണ്ട. നിങ്ങളുടെ ജീവിതം സുരക്ഷിതമായി നിത്യമായിട്ട് നിങ്ങൾക്ക് വരുമാനമായി നിങ്ങൾ തൊഴിലിൽ വലിയ വൈദഗ്ധ്യം നേടുന്നു. അപ്പം ചുരുങ്ങിയ കാലത്തിൽ നിങ്ങൾ ഉഴപ്പിയാൽ ജീവിതം നഷ്ടമാകും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല ആൾക്കാരും ധരിച്ചിട്ടുണ്ട്, മാതാപിതാക്കളും ധരിച്ചിട്ടുണ്ട്, കൊച്ചുങ്ങളല്ലേ ഇപ്പോഴത്തെ പഠിക്കുക, താഴത്തെ ക്ലാസ്സിലല്ലേ, പിന്നെ പഠിച്ചോളും, പിന്നെ വലിയ ക്ലാസ്സിൽ വരുമ്പോൾ പഠിക്കോളും. അബ്ധ പഞ്ചാംഗമാണ്. ഒരു കെട്ടിടം പണിയുന്ന പോലെയാണ്. ഓരോ കല്ലും അടി വിളകിയ താഴെ പോവും കെട്ടിടം, അടിത്തറ ഇല്ലെങ്കിൽ താഴെ കിടക്കുന്നു. അതുപോലെ വിദ്യാഭ്യാസം അതുപോലെ തന്നെയാണ്. അത് താഴത്തെ ക്ലാസ് പോലും നല്ല നിലവാരം പഠിച്ചു പോയാൽ മാത്രമേ ഉന്നത വിദ്യാഭ്യാസം കിട്ടുമ്പോൾ വിദ്യാഭ്യാസം എളുപ്പമാവുള്ളൂ. അല്ലെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടായി. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. സ്കൂളിൽ പഠിച്ച കാലത്തൊക്കെ ഞാനോർത്ത് മുഴുവൻ സമയം കളിച്ച് കിടക്കുക, 7 മണിയാകുമ്പോഴേ വീട്ടിൽ ചെല്ലുള്ളൂ, കളിയും കഴിഞ്ഞു. പക്ഷേ അന്നേരം ഉയർന്ന ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ തോന്നും താഴത്തതിൽ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസത്തിന്. പിന്നെ ഒരു കണക്കിന് സബ്ജക്റ്റൊക്കെ മാറി അങ്ങനെ നിയമത്തിലേക്ക്, സയൻസ് പഠിക്കാൻ പോയി ഞാൻ നിയമത്തിലേക്ക് മാറിയതൊക്കെ സാഹചര്യം അതാണ്. അല്ലാണ്ട് നിങ്ങൾ കാണുന്ന ഈ ജഡ്ജി എന്ന് പറഞ്ഞ ആൾ നേരത്തെ കൂട്ടി തീരുമാനിച്ച ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, ഒരു മാതാപിതാക്കളും കുട്ടികൾ താഴത്തെ ക്ലാസ്സിലാണല്ലോ, ഇപ്പം തൽക്കാലം സാരമില്ല, പയ്യെ പിന്നെ പഠിച്ചാൽ മതിയല്ലോ, അങ്ങനെ ഒന്ന് വച്ചാൽ തീർത്തു അവരൊരിക്കലും നിലവാരം ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് അടിക്കടി വിദ്യാഭ്യാസം താഴത്തെ ക്ലാസ്സിൽ നല്ല നിലയിൽ താഴെ
ഒരു വിദ്യാഭ്യാസം ചെയ്തവർക്ക് മാത്രമേ ഉയർന്ന ക്ലാസ്സിലേക്ക് പഠിക്കാനും വായിക്കാനും ചിന്തിക്കാനും ഉള്ള ശേഷി ഉണ്ടാവുള്ളൂ, താല്പര്യം ഉണ്ടാവുള്ളൂ. മാതാപിതാക്കളോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്നവർ, എല്ലാ കുട്ടികളും നിങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് വരുന്നവരാണ്. ആകെ 2-3 മുറികളുള്ള വീട്ടിൽ താമസിക്കുന്ന നിങ്ങൾ വൈകുന്നേരം 5 മണിക്ക് മുതൽ ഗ്രാൻഡ് പേരൻസ് TV വയ്ക്കാൻ തുടങ്ങും. TV-യിൽ ഓരോ പ്രോഗ്രാമുകൾ കണ്ടാൽ കുട്ടികളുടെ ജീവിതം വെറും പാഴായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ TV കാണേണ്ട പല കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പകൽ സമയത്ത് മാത്രം, ഇതാണ് എന്നോട് പ്രധാനമായിട്ട് എനിക്ക് മാതാപിതാക്കൾ പറയാനുള്ളത്. നിങ്ങൾ രാത്രിയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടക്കുന്ന രീതിയിൽ കലാപരിപാടികളും ഡാൻസും പ്രോഗ്രാമും സീരിയലുകളും കണ്ട് TV കാണിച്ച് പിള്ളേരെ ശ്രദ്ധ തിരിക്കരുത്. അത് അപകടത്തിലാവും, യാതൊരു സംശയവുമില്ല, അവരുടെ ഭാവി നശിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട. ഇന്നിവിടെ വന്നപ്പോൾ ഒരു പറയാനൊരു അവസരം കിട്ടിയതാണ് എനിക്ക്. അതായത് ഞാൻ കാണുന്ന ഒന്ന് ഇതാണ്, ഒരു വീട്ടിലിരുന്ന് അടുക്കലത്തെ മുറിയിൽ ഒരു TV വയ്ക്കും, ഗ്രാൻഡ് പേരൻസ് വന്ന് സീരിയൽ കാണാൻ തുടങ്ങി, കൊച്ചുങ്ങൾ അത് വന്ന് കണ്ടുകൊണ്ടിരിക്കും. അവരെ പറഞ്ഞു വിടാനുള്ള ശക്തി ഇവർക്കില്ല, കാര്യം അത്ര ശ്രദ്ധയാണ് ഈ TV-യിലെ പ്രോഗ്രാം കാണാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സന്ധ്യയ്ക്ക് ഈ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് രാവിലെയും വൈകുന്നേരവും TV ഓൺ ചെയ്യരുത്. നിങ്ങൾ പകൽ സമയത്ത് മാത്രം TV കാണാൻ, അത്രയെങ്കിലും കുട്ടികൾക്ക് വേണ്ടി ഒരു സാക്രിഫൈസ് നടത്തിയാൽ മാത്രമേ നിങ്ങൾ വിദ്യാഭ്യാസം കുട്ടികൾ നന്നാവുള്ളൂ. ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഇനി സാബി സംസാരിക്കാനുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്തും വൈസ് ചാൻസലറായിരുന്ന ദിലീപ് സാർ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇനി ധാരാളം പേര് സംസാരിക്കുന്നുണ്ട്. അതുകൂടാതെ ഞാൻ പറഞ്ഞില്ലേ, കലാപരിപാടികൾ കാണാൻ കുട്ടികളും പേരൻസും ഒക്കെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ നിങ്ങളുടെ ഈ മനോഹര ഫംഗ്ഷൻ, ഈ 33ാമത് നിങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.